ഹലോ ആൻഡ് എല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയ നമസ്കാരം. ഒട്ടും തണുക്കാത്ത നല്ല ചൂടും തമാശകൾ ഇങ്ങനെ വിളമ്പാനായിട്ട് നമ്മുടെ മെയിൻ മാസ്റ്റർ കോമഡി ഷെഫിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം രമേശ് ചേട്ടൻ. കാലയ്ക്ക് കടുക് വറുത്തു. അത് മാത്രമല്ല, ഒരു കുളിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി ചൂടുവെള്ളം പോലും ചൂടാക്കിയിട്ടില്ല ഇല്ലാത്ത എന്നെ ഷെഫിനോട് ഭൂമിച്ചത് വളരെ നന്നായി. ഞാൻ കണ്ടിട്ടുള്ള നല്ല ചില ഷെഫുകളിൽ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് വരാൻ പോകുന്നത്. 25 വർഷമായിട്ടും വേറൊരു കലാകാരനും ഇദ്ദേഹത്തിൻ്റെ ഒരു ഐറ്റം പോലും കട്ടുകൊണ്ട് പോകാനോ കട്ടുകൊണ്ട് പോയതിനെ ആദ്യത്തെ ഒറിജിനലിൻ്റെ അത്ര പെർഫെക്ഷനോട് അവതരിപ്പിക്കാനോ പറ്റിയിട്ടില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. മലയാള സിനിമയിലെ ഒരു നിറ സാന്നിധ്യമാണ്. ഒരുപാട് സിനിമകൾ, ഫാൻറ്റം ബൈലിയും ബ്രഹ്മചാരിയും, ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുമൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകളിൽ വലിയ സാന്നിധ്യമായിട്ടുള്ളൊരു കലാകാരനാണ്. ഗുരുനാഥൻ കൂടെ ആയിട്ടുള്ള ഏറെ ബഹുമാനത്തോടു കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാക്കുകളുടെ വരവർഷത്താൽ നമ്മളെ ചിരിപ്പിക്കുന്ന അത്ഭുത കലാകാരൻ, സ്വാഗതം സാജൻ പള്ളുരുത്തി. ചേട്ടാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. തുടർച്ചയായി 18 വർഷമായിട്ട് എല്ലാ ന്യൂ ഇയറിനും ഞങ്ങൾ ഒന്നിച്ചാണ്. അത് തുടർച്ചയാണ്, മൊത്തത്തിൽ 18 അല്ല, തുടർച്ചയായി 18 വർഷമായിട്ട് ന്യൂ ഇയറിന് ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതിനിടയിൽ ഞങ്ങൾ തമ്മിൽ കൂടി കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്ന ഒരാളാണ് ധർമ്മജൻ. 18 വർഷത്തെ നീണ്ട യാത്ര. 18 എന്ന് പറയുന്നത് എപ്പോഴും 18ന്റെ പടിവാതിക്കൽ നിൽക്കുന്ന പെൺകുട്ടികൾ നമുക്ക് വേണം വോട്ട് ചെയ്യാനുള്ള അവകാശം, 18 അടവ്, 18ാം പടി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. 18 അപ്പൊ 18ന്റെ നിർവൃതിയിൽ നിന്ന് 18 കഴിഞ്ഞ ഡയാനയ്ക്ക് വേണേൽ കല്യാണം കഴിക്കാം. ഇപ്പൊ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ ഡയാന സൂര്യനെ കല്ല് വെച്ചെറിയുന്നത് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് രാത്രിയാവാൻ വേണ്ടിയിട്ടുള്ള ധൃതിയാണ്. എന്നിട്ട് ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. തുടക്കവും ഒടുക്കവും അതിൻ്റെ ഇടയിലുള്ള നടുക്കവും ചേർന്നതാണ് ജീവിതം എന്ന വിവാഹം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്കത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ ഒരു ധന്യമായിട്ടുള്ള ഈ വേദിയിൽ വരിക എന്ന് പറയുന്നതും, വാക്ക് നന്നായിട്ട് സംസാരിക്കുന്നവരും നിർത്താതെ ഓരോ വിഷയത്തെക്കുറിച്ചും ഗഗനമായിട്ട് പഠനം നടത്തിക്കൊണ്ട് നിരീക്ഷണവും പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് വന്ന് അതിൻ്റെ ശ്രദ്ധ കളയാതെ അതിലേക്ക് ആവാഹിക്കുകയും അതൊരു ചിരിയും അല്ലെങ്കിൽ ചിന്തയും കൂടി സമന്വയിപ്പിക്കുന്ന ഒരു കലോപഹാരമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അത് ചിരിക്കാനും കഴിഞ്ഞു, അത് ചിന്തിക്കാനും കഴിഞ്ഞെന്ന് ഈ കണ്ടിരിക്കുന്നവർക്ക് പോലും നമ്മളോട് തോന്നുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, രമേശ് നിങ്ങളുടെ പരിപാടി കണ്ടു, ചിരിക്കാനും ചിന്തിക്കാനും ഏറെ ഉള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു. പുള്ളി പറഞ്ഞു അത് ഞാൻ ചിരിച്ചു, പിന്നെ വീട്ടിൽ പോയിരുന്ന് ചിന്തിച്ചു, ഇതൊക്കെ കണ്ട് എന്തിനാ ഞാൻ ചിരിക്കുന്നത്, എന്തിനാ എൻ്റെ സമയം വെറുതെ കളയുന്നതെന്ന്. ചിരി ആർദ്രമാണ്, ആനന്ദമാണ്, ഔഷധമാണ്. ചിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ചിരിപ്പിക്കുന്നവരെക്കാൾ കൂടുതൽ ചിരിക്കുന്നവർക്കാണ് ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത ഒരു പെർഫോമൻസ് നമുക്ക് വേണ്ടി ഒന്ന് നമ്മൾ അറിയാവുന്ന പഴഞ്ചൊല്ലുകളെല്ലാം മനസ്സിലെടുത്ത് വെച്ചു. ഞങ്ങൾ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം ഉത്തരം പറയുന്ന ഒരാളായിട്ട് സാഞ്ചേട്ടൻ വരും. ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ വരും. വന്നോട്ടെ, ചെയ്തോട്ടെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ കാള പാല് വെക്കുമ്പോൾ അറിയത് ഒന്നിനല്ല രണ്ടിനല്ല ഡേഷനാണെന്ന്. എനിക്കിവിടെ ഇരിക്കാനായിട്ട് പക്ഷെ ഇരുന്നടം കുടിക്കരുത്, നനഞ്ഞടം മാന്തരുത്, തോളത്തിരുത്, ദൈവത്തോർത്ത് എന്റെ ചെവി തിന്നരുത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണല്ലോ. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴമില്ല. പഴവും പപ്പടവും പായസം അല്ല, പഴഞ്ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കിടക്കുളവും നാരായണൻ, പാലം കിടന്നപ്പോ കൂരായണൻ. എന്താ അങ്ങനെ? എന്റെ പേര് നാരായണൻ, ഭാര്യയും മക്കളും വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചാണോ? ഒരു പടിക്ക് രണ്ട് പക്ഷി. രണ്ട് കല്യാണം കഴിച്ചോ? എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം രണ്ട് പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയെന്ന് തോന്നുന്നു, ഇക്കരെ നിൽക്കുമ്പോൾ എനിക്ക് അക്കരെ പച്ചയെന്ന്. അപ്പൊ ഈ ഭാര്യമാര് ചേട്ടനോട് എന്തോ പറയും? രണ്ട് വഞ്ചി കാലി വിട്ടരുതെന്ന് പറയും. കളസം കയറി പോലെ. കളസം മാത്രമല്ല, പുതിയ ബെർമുട ഉൾപ്പെടെ കയറി. ഈ ഭാര്യമാരുടെ പേരെന്താ കേട്ടോ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. ഈ മൂദേവി ആളെങ്ങനെയാ? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പർത്തി പൂ എന്ന് പറയുള്ളൂ. ഞാൻ കേട്ടത് പാവാന്നാ. അണ്ടിയോട് എടുക്കണം, മാങ്ങാടെ പുളി അറിയണം. അടുത്തിട്ടുണ്ടോ ചേട്ടൻ? ഒന്നല്ല രണ്ടല്ല, ഒരുപാട് തവണ. അങ്ങനെയാണ് ചേച്ചിനെ പുറത്തേക്ക് വിളിക്കാവോ? ഒന്നൊരിക്കുന്നിടത്ത് പൂച്ചക്കെന്താടാ കാര്യം? ഒന്ന് കാണാൻ വേണ്ടി പാവപ്പെട്ടവൻ എരന്ന് കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട് പോകരുത്. ശരി പോട്ടെ. ശ്രീദേവി ചേച്ചിനെ പുറത്തേക്ക് വിളിക്കാവോ? പണ്ട് ഏത് ഉറുബല പിന്നെ ഗർഭിണി. പിന്നെ ഗർഭിണിയായോ? അണ്ണാ മൂത്താലും മരങ്കേറ്റം പറക്കുവോ? ചേട്ടൻ അത്ര വലിയ അണ്ണാനൊന്നും പറയണ്ട. ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു, പക്ഷെ മൂദേവി ചേച്ചി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞ മരത്തിൽ അല്ലേടാ ഓടിക്കയറാൻ പറ്റുള്ളൂ. ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യും? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. അച്ഛനും അമ്മയ്ക്ക് ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ടോ? താടിക്ക് തീ പിടിച്ചപ്പോ പീടി കത്തിക്കാൻ നോക്കിയതാണ്, പുകഞ്ഞു പോയിട്ട് അപ്പോൾ പുകഞ്ഞുള്ളി പുറത്തു. ചേട്ടൻ അച്ഛനും എന്റെ അച്ഛനൊക്കെ കൂട്ടുകാരാ. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പോഴും. അതല്ലേലും അങ്ങനെയാ. ദുഷ്ടന്മാരുടെ ദൈവം പന പോലെ. ചേട്ടൻ അങ്ങനെ
എന്നെ കുറിച്ച് പറയുന്നുണ്ട്. ചേട്ടൻ്റെ മോൻ എടുത്തിട്ടുണ്ടല്ലോ, അവൻ ഗൾഫിൽ പോയിട്ട് എന്തായി? ഓ, കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാല് മോങ്ങാനിരുന്ന പട്ടിയുടെ കയ്യിൽ തേങ്ങ വീണ് പോയി. അതെ, ചേട്ടൻ ഇങ്ങനെ മക്കളെ പട്ടിനെയൊന്നും വളർത്തിയിട്ട് ഒരു കാര്യമില്ല. പുറത്ത് നിൽക്കുന്ന പട്ടി എന്നെ കണ്ടിട്ട് കുരച്ചുമില്ല കടിച്ചുമില്ല. നിന്നെ കണ്ടിട്ട് കുരച്ചുമില്ല കടിച്ചുമില്ല. വർഗസ്നേഹം. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. ചേട്ടന് അതൊന്നും പറയണ്ട. ഞാനിപ്പോ കല്യാണം വിളിക്കാൻ വന്നാണ് ചേട്ടൻ. കല്യാണം കഴിക്കാൻ പോണെന്ന് നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താ ചേട്ടാ? വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുത്. ചേട്ടാ, ഇത് അങ്ങനെയുള്ളതൊന്നും അല്ല. അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിച്ചു. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. ഏ, നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. ശേ, നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. രമേശ് എങ്ങനെ മനസ്സിലായേട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഇതൊന്നും ഒരിക്കലും എത്ര കണ്ടാലും നമുക്കേ ബോറടിക്കത്തൊന്നുമില്ല. ഇത് വേറെ കാര്യമുണ്ട് കേട്ടോ. ഞാനും രമേശും കൂടി എനിക്ക് തോന്നുന്നത് ഇത് കുറെ വർഷങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ 1-2-3 കൊല്ലമായിട്ട് നമ്മളൊന്നും കളിച്ചിട്ടില്ല, തൊട്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പൊ എനിക്കും ചെറിയ ഓർമ്മക്കുറവുണ്ട്. എവിടെ നിന്ന് ഇത് തുടങ്ങും? അല്ല, എനിക്ക് തന്നെ ഇപ്പൊ ഞമ്മള് കളിക്കുമ്പോ നമ്മൾ എന്തൊക്കെയോ മറന്നുപോയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയോ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, വേറെ കുറെ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഏരിയയൊക്കെ പോയി പിന്നെ അങ്ങ് കളിച്ചങ്ങ് തീർത്തുന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ഓർമ്മയിൽ അങ്ങനെ കയറി അങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും ഓൺ ദ സ്പോട്ടിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എല്ലാം മെമ്മറൈസ് ചെയ്ത് അല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത് രണ്ടുപേരും സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അപ്പൊ സാജൻ ഒരിക്കൽ കൂടി നമ്മുടെ ഷോയിലേക്ക് വന്നതിലുള്ള അഗേതവുമായ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് പുതിയ തമാശകൾ കുറച്ച് കേട്ടാലോ? താങ്ക് യു സജിൻ ചേട്ടാ. once again welcoming സാജൻ പള്ളുരുത്തി. ഫസ്റ്റ് upon a ടൈമിന്റെ ഫ്ലോറിൽ ഇന്ന് എത്തുന്ന പെർഫോമർ മനീഷ് ഫ്രം എറണാകുളം. ഹായ് മനീഷ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. മനീഷ് എത്തിയിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് എവിടെയാണ് സ്ഥലം? എറണാകുളം ജില്ലയിലെ ആമ്പലൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ബസ് കയറി വന്ന ആളാണ് ഞാൻ. ബസ് കയറി വന്നേക്കുന്നത്? അത് ശരി. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മനീഷ് എന്നുള്ള പേര് ഭയങ്കര യുണീക്കാണ്. കാരണം നമ്മൾ മനീഷ് എന്ന് കേട്ടിട്ടുണ്ട്. മനീഷ് എന്നുള്ള പേരിന് അതിന് പ്രത്യേകത അല്ല, എനിക്ക് ഈ പേരിട്ടെന്ന് പറഞ്ഞാൽ മനീഷ് ഒന്നും ഏശാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. കഥയുണ്ടോ? നിഷാദാന്ന് പറഞ്ഞ പോലെ ഒന്നും ഏശാൻ പാടില്ല. ഞാൻ വരുന്ന സ്ഥലം അത് തന്നെ, ആമ്പല്ലൂര്. പെട്ടെന്ന് ഊരാൻ പറ്റാത്തൊരു നാടാണ്. All the best. Thank you. Performance-ലേക്ക് പോവാം. Thank you. നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്ന ഒരു അൽ സൈക്കോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം LDCയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ കോച്ചിങ് സെൻറ്ററിൽ ഞാനും മാഷും എൻ്റെ ചങ്കും കൂടെ ഭയങ്കര പഠിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ആൻസർ ചെയ്യാൻ നോക്കി. എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ആൻസർ ചെയ്താൽ നോക്കി ഒരു ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: മാധവൻകുട്ടിയുടെ അമ്മാവൻ്റെ മോളാണ് ഗൗരി. ഗൗരിയുടെ സഹോദരനായ ബാലചന്ദ്രൻ കെട്ടിയിരിക്കുന്നത് മാധവൻകുട്ടിയുടെ പെങ്ങളായ അമ്മൂനെയാണ്. അപ്പോൾ മാധവൻകുട്ടി ബാലചന്ദ്രൻ്റെ ആരാണ്? സത്യം പറയാൻ ഞാൻ ആരാണെന്ന് എനിക്ക് അങ്ങനെ ആയിരിക്കും. ഞാൻ വെല്ലുവിളിക്കുവാണ്. ലോകത്തെ ഒരു ആർട്ടിസ്റ്റും മമ്മൂട്ടിയുടെ ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടില്ല. പല്ലുപോയി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, പോയതാണോ പരിപാടി കൊണ്ട്, അതോ മമ്മൂട്ടിയോടുള്ള ആരാധന കൊണ്ട് എടുത്തു കളഞ്ഞതാണോ? എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ഹാസ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും, ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം പല്ലിന്റെ സംഭവം പറഞ്ഞല്ലോ സാഞ്ചേട്ടൻ. നമ്മുടെ വീടിനടുത്ത് ഒരാളുണ്ടായിരുന്നു. അയാളുടെ മകൻ വലുതായി ഗൾഫിൽ പോയി പൈസക്കാരനായിട്ട് കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തപ്പം പുള്ളിക്ക് അതിൻ്റെതായ ഒരു പളപളപ്പ് സമൂഹത്തിൽ പുള്ളി കാണിക്കും. ചെറിയ ജുബൈഡിയിൽ തുടങ്ങി ആവശ്യമില്ലാതെ മറ്റേ മഫ്ളർ ഇട്ടുകൊണ്ട് നടക്കുക, ഒരു ചാർജ് ചെയ്യുന്ന ടോർച്ച് അന്ന് കാലത്ത് അത് ബാക്കിയുള്ള എല്ലാവരുടെയും ടോർച്ചിനേക്കാളും ദൂരം അടിച്ച് പറപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഇനങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇറങ്ങി. പുള്ളിക്ക് പല്ല് പോയപ്പം സ്വർണ്ണപ്പല്ല് വെച്ച് കൊടുത്തു. ഈ മോൻ രാമകൃഷ്ണൻ എന്നാണ് ഇയാളുടെ പേര്. സ്വർണ്ണപ്പല്ല് മേടിച്ചെടുത്തപ്പോൾ ഈ വാക്കിലെ പല്ല സ്വർണ്ണപ്പല്ല് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെയൊക്കെ കാണുന്നില്ല എന്നൊക്കെ തോന്നിയപ്പോൾ പുള്ളി ഇഞ്ച എന്നുള്ള വാക്ക്, ചാ എന്നുള്ള വാക്കൊക്കെ പുള്ളി കയറ്റി വെച്ചു പല വർത്താനങ്ങളും. അപ്പോൾ കടയിലൊക്കെ വന്ന് സോമ ഒരു ചായ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കുടിച്ചിട്ട് ഇതിൽ പച്ച ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചായയിൽ, പച്ച ഇഞ്ചി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി രാമകൃഷ്ണൻ. അപ്പോൾ ഇത് കാണാൻ തുടങ്ങി. ഞാനിത് ഈ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കഥ ധർമ്മജനോട് പറഞ്ഞിട്ട് ഇങ്ങനെ അവനാ ഈ കഥ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഏതോ ഒരു TV പരിപാടി പോയിട്ട് ഈ കഥ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇത് പറയുമ്പോൾ ആലോചിച്ചു, ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഞാനുമായിട്ടൊരു വഴക്കുണ്ടാകണ്ടല്ലോ, അയാളുടെ ഒറിജിനൽ പേര് പറഞ്ഞാൽ ഇത് പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഇവൻ അവൻ്റെ നാട്ടിലൊരു സുധാകരൻ ചേട്ടനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഈ കഥ അങ്ങോട്ട് പറഞ്ഞു. കഥ പറഞ്ഞ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് പറയുമ്പോൾ തന്നെ ഇത് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ രാമകൃഷ്ണൻ എന്നുള്ളത് ഉണ്ടാക്കി പേരാ.
ഈ ലോകത്ത് ഇത്രയും പേരുണ്ടായിട്ട് അയാളുടെ ഒറിജിനൽ പേര് സുധാകരൻ എന്നാ. ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന മറ്റവൻ്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു, താൻ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ലോകത്ത് ഇത്രയും കോടി പേരുണ്ടായിട്ട് ഇവൻ ഇട്ട പേര് സുധാകരൻ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പേര് മാറ്റിയല്ലോ, പിന്നെന്താ കുഴപ്പമൊന്നും ഒറിജിനൽ പേര് പറഞ്ഞിട്ട്. ഈ സുധാകരൻ എന്ന് പറഞ്ഞപ്പോഴാട്ടോ, ഈ സുധാകരൻ്റെ മോളെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. പൊന്നടാവേ, ആ പുള്ളിക്കൊരു മോളുണ്ട്. നീ എനിക്ക് കഥ പറയാൻ വേണ്ടി ഇല്ലാത്തത് പറയരുത്. നിന്റെ കഥ എങ്ങനെയാന്ന് വെച്ചാ പറഞ്ഞോ. ഇനിയുള്ള ഏത് പേര് പറഞ്ഞാലും നാട്ടിലെ ശരിക്കുള്ള കഥാപാത്രമായി പോകും. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, സുഗുണൻ ഉണ്ടാവില്ല. ആ സുഗുണൻ ചേട്ടന്റെ മോളെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. സാജൻ ചേട്ടന്റെ അച്ഛന്റെ പേരാ സുഗുണൻ. എന്നോട് ക്ഷമിക്കും, അളിയാന്ന് വിളിച്ചിട്ടില്ല ഇല്ലേ? ശരിയല്ലേ? ആ, അല്ല കുഴപ്പമില്ല, അച്ഛനില്ല ഇപ്പോ. അച്ഛൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നിനക്ക് ജാമ്യം എടുക്കും. അപ്പോൾ ഈ സുഗുണൻ ചേട്ടന്റെ മോള്, അവളുടെ പേര് സൗമ്യ എന്നാണ്. പ്രേമിക്കാൻ പറ്റിയ പേരാണ്. എടാ, അതെന്റെ ഭാര്യയുടെ പേരാടാ. നിനക്കൊരു കഥാപാത്രത്തിന് ലോകത്തിന്റെ അകത്ത് 4 പേരിട്ടോണ്ട് വന്നൂടെ? ഒരു കാര്യം ചെയ്യാം, നിന്റെ ഭാര്യയുടെ പേരെന്താ? സുമ. അപ്പൊ ആ ഫീല് വരില്ല നീ. അല്ല അങ്ങനെയല്ല, സോറി, ശുഭ എന്നാ വേണ്ട, ശുഭ ഇരിക്കട്ടെ. അപ്പൊ ശുഭയോട് ഞാൻ എന്റെ പ്രണയം തുറന്നു. ശുഭ എന്ന് ഇച്ചിരി പതുക്കെ പറഞ്ഞോ, കൊറോണ കാലമാണ്, അത് ഇവിടം വരെ വരുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് എന്തിൻ്റെ കുറവാണ്, എനിക്ക് എന്ത് കുഴപ്പം, നിനക്ക് പ്രേമിച്ചു കൊടുത്തു. അപ്പോൾ അവൾ പറയാം, മനുഷ്യ നിൻ്റെ മുടി കൊള്ളാം, നിൻ്റെ മൂക്ക് കൊള്ളാം, നിൻ്റെ ചുണ്ട് കൊള്ളാം, നിൻ്റെ വാ കൊള്ളാം, നിൻ്റെ തലമുടി കൊള്ളാം. മൊത്തത്തിൽ ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ എല്ലാം ഓക്കെയാ, ടോട്ടാലിറ്റി പോരടാ, മോശമാണ്. എനിക്ക് വലിയ സങ്കടവും തോന്നിയില്ല. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന എൻ്റെ പരിപാടി ഇതാ, നേരെ ഫേസ്ബുക്കിൽ കയറി റിവ്യൂ അങ്ങ് എഴുതും. ഛായാഗ്രഹണം കൊള്ളാം, ക്യാമറ കൊള്ളാം, സ്ക്രീൻ പ്ലേ കൊള്ളാം, പാട്ട് കൊള്ളാം, സ്ക്രിപ്റ്റ് കൊള്ളാം, പടം മൊത്തത്തിൽ ഒരുമാതിരി. അതുകൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. അവൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലൈറ്റായിട്ട് പതറിപ്പോയി. എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞില്ല, കാരണം വെച്ചാൽ സുപ്രസിദ്ധ ഡയലോഗ് ഞാൻ ഓർക്കുന്നുണ്ട്. ബഹദൂർ സാർ പറഞ്ഞ ബാബു മോനെ കോമാളി കരയരുത്. അങ്ങനെ ഞാൻ കരഞ്ഞൊന്നുമില്ല, അവളുടെ മുമ്പിൽ വെച്ച് കരഞ്ഞില്ല, വീട്ടിൽ പോയി അലച്ച് കെട്ടിക്കിടന്ന് തന്നെത്താൻ ഇടിച്ച് കരഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി, ഈ പെമ്പിള്ളേരെ വീഴ്ത്താനായിട്ട് പിഷാരടീനെയും എന്നെയും പോലെ പൊക്കോ കളറോ ഒന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. നന്നായിട്ട് ചിരിപ്പിക്കാൻ പറ്റണം. അത്യാവശ്യം പാട്ട് പാടാനൊക്കെ അറിയെങ്കിൽ ഏത് കോന്തനും വീഴും. അത് രണ്ടും നിങ്ങൾക്കില്ല. പാട്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്ന പരിപാടിയുള്ളൂ. അതുകൊണ്ട് 90% ആൾക്കാരും സംഗീതം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ഞാനും എത്തി. എവിടെയാണെന്ന് പറയാമോ? എവിടെയാ? കുളിമുറിയിൽ, കുളക്കടവിൽ. ഈ പിഷാരടി ഉള്ളപ്പോഴത്തേക്കും കൗണ്ടർ പറയാനായിട്ട് പറ്റില്ല, എല്ലാം പുള്ളി തന്നെ പറയുവാണ്. അവിടെ തന്നെ. അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയപ്പോൾ ഞാൻ നേരെ കക്കൂസി കയറി, താളത്തിന് കയറി. അവിടെ ഇരുന്ന് പുള്ളി പ്രാക്ടീസ് ചെയ്ത പാട്ടാണ് വെയിൽ ചില്ല പൂക്കും നാളിൽ വിഷു പക്ഷി വന്നേ. അത് ശരിയാ. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് പാട്ടുണ്ട്, സുഖമോദേ, ഇങ്ങനെ സാധനം. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി രണ്ടുപേരും. നിങ്ങൾ രണ്ടാളും ഈ മൂത്രപ്പുരയെന്നും കക്കൂസയെന്നും പുറത്തേക്ക് ഇറങ്ങുക. കാര്യം തന്നാ നമുക്ക് അതിനകത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല. പിന്നെ ജീവിതത്തിൽ നമ്മളെല്ലാം ഭയങ്കര പ്രഷറുള്ള ആൾക്കാരല്ലേ. അത് വേറെ എവിടെ പോയാലും വേറെ ആൾക്കാരായിരിക്കും നമുക്ക് മേളിൽ പ്രഷർ ഇടുന്നത്. ഈ പറഞ്ഞ സ്ഥലത്ത് നമ്മളാണ് നമുക്ക് മേലെ പ്രഷർ ഇടുന്നത്. അപ്പം തന്നെ റിസൾട്ടും വരും, അപ്പം തന്നെ സന്തോഷവും വരും. നിനക്ക് സത്യത്തിൽ ബാങ്കിൽ തന്നെയാണോ ജോലി? ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പാട്ട് പാടിയിട്ട് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും സപ്പോർട്ട് ഇല്ലാണ്ട് വന്നപ്പോഴത്തേക്കും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇൻ്റർനാഷണൽ കമ്പനി വന്നു. ഞാൻ അവർക്ക് വേണ്ടി പാടി റെക്കോർഡ് ചെയ്തു. അവരെഴുതി കാണിച്ചു, യുവർ റെക്കോർഡിങ് ഈസ് ഓസം. ആ കമ്പനിയുടെ പേരാണ് സ്മ്യൂള്. പക്ഷേ ഇതിലെല്ലാം എല്ലാം ഇൻസ്പയർഡ് ആയിട്ട് എനിക്കൊരു പാട്ട് പാടാൻ പറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്, എനിക്ക് പാടാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള പാട്ടാണ്. നമ്മുടെ അൽഫോൺസ് ജോസഫില്ലേ, മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിന് AR റഹ്മാൻ കൊടുത്തൊരു പാട്ടാണ്. അടിപൊളി. അത് പാടാൻ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാമുകിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അവളുടെ വീട് ശരിക്കും എൻ്റെ കടത്തിൻ്റെ അപ്പുറം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കും. ആ പിച്ച് കിട്ടി എനിക്ക് ആ പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിച്ചു തരാം. പുതുമണവാളൻ തെന്നൽ മാമലയേറും തെന്നൽ പള്ളിമേടയെ തൊട്ടിക്കുരിശിൽ തലോടി ആരോമലേ ഊയ് ആരോമലേ കെട്ടിയെടുക്കാനായിട്ട് ആരോ. പക്ഷേ AR റഹ്മാൻ സാറ് കണ്ണിച്ചോരുള്ളവനാണ്. ഇത്രയും കൊരവള്ളി പൊട്ടി പാടി നിൽക്കുന്ന ഗായകന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത 2 വരി. സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലി മണവാട്ടി
സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം മതി മതി ഇനി മതിയാക്കി. മനീഷ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. മനീഷ് കുറേ സന്ദർഭങ്ങളിൽ നമ്മളെ വളരെ ഗംഭീരമായിട്ട് ചിരിപ്പിച്ചു, സ്പോർട്ടീവായിട്ട് കുറേ തമാശകൾ പറഞ്ഞു അല്ലേ? വളരെ ഗംഭീരമായിരുന്നു. അതായത് എനിക്കിഷ്ടമായി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കും. അവരുടെ രൂപം തന്നെ ഒരു ചിരിയുണ്ട്. പിന്നെ അവർ പ്രവൃത്തി കുറച്ച് ചെയ്താൽ മതി. പിന്നെ അവരിലൊരു പ്രേതം കൂടും. ഏതെങ്കിലും ഒരു സംഭവം, ഒരാളുടെ പ്രേതം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അയാളോടുള്ള ഇഷ്ടവും ഇയാൾക്കത് ചേരാത്തതിൻ്റെ സുഖവും ഒക്കെ കൂടി വരും. പിന്നെ ചില ഫലിതങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ചിലർക്ക് ഫലിതങ്ങൾ പറഞ്ഞ് തീർത്ത് പോയിന്റിൽ കൊണ്ടുവന്നെത്തിക്കാൻ ഒരു പ്രത്യേക കഴിവാണ്. താങ്ക് യു സർ. അതെ, അതൊരു പ്രത്യേക കഴിവാണ്. ചിലവർ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചീറ്റി പോകുമ്പോൾ ഈ ക്രെഡിറ്റ് മുഴുവൻ പറഞ്ഞു തന്ന വേറൊരു അക്കൗണ്ടേ കൊടുക്കും. ഫലിക്കുകയാണെങ്കിൽ ആ മുഴുവൻ ക്രെഡിറ്റ് നമ്മൾ തന്നെ കൊണ്ടുപോകും. പക്ഷെ ആ പോയിന്റിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ആ സാധനം കൊണ്ടൊന്ന് പറഞ്ഞെത്തിക്കാൻ വേണ്ടി നമ്മൾ കടമ്പ കഴിക്കാൻ വേണ്ടിയിട്ട് പറയണതിനേക്കാൾ നല്ലത് ഒരു സ്റ്റോപ്പിൽ ഈ ബസ് കൊണ്ടേ അവസാനിപ്പിക്കും. പക്ഷേ എല്ലാ സ്റ്റോപ്പിലും ആളെ ഇറക്കി കയറ്റുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടും. പക്ഷെ പെട്ടെന്ന് ആൾ കയറുന്നതിന് മുമ്പ് വണ്ടി വിട്ട് പോകരുത്. അപ്പോൾ 1 3 തമാശയായിരിക്കണം, 2 വെറുതെ അങ്ങ് വിട്ടേക്കണം. സാഞ്ചാരൻ ഇതുപോലെ പാട്ടുകളിൽ നല്ല പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ പാട്ടുകളെ കുറിച്ചാണ് കൂടുതലും പല ഈ കവർ സോങ്ങിന്റെ ഒരു ഏരിയയിലേക്കാണ് പിടിച്ചത്. സാഞ്ചേട്ടൻ പാട്ടുകളെ തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ആയിട്ട് പാട്ടാൻ തുടങ്ങി. ഏത് പാട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് മറിച്ചേക്കുന്നത്? ചപ്പനം പാത്തേ താരഞ്ചാമാത്തേ മേ പൂയിൽ നേ പൂളേ രംഗപ്പൂ ഇക്കിച്ചൊണ്ടോയിനി ചുക്കോഴ വാൽപ്പീത്തേ വാന്നുപോഴേരുന്നുവോ. പഴയ ആളുകൾക്ക് വേണ്ടി പാരിജാതം. ദംസരീ പാരിതിഴിമി നുറത്തുഴ വിപരിന്തിമി തൂപ്പുനുടർവി ലപ്ലോൽ നീഴിമ ത്രമാങ്ങീരനുന്തി മംഗസം നിവേത്രീ മംഗസം രംഗാസ്രടും പാദമമമ്യ സലാദമമമ്യ. അനുരാഗ വിലോചനായി ഘരണാനുവിയാന ചലോവിലെ ദമയാന മഹീമോ ലേമേട്ടി ബക്കുൽനെ നോന്ത്രജോ കടന്തി ഇളനായി ലഭയിങ്ങറ ഇളുതാൻ കടന്തി. ഇതിന്റെ കവർ വെർഷൻ വേറെ ഉണ്ടത്ര. എൻ്റെ വീടിനടുത്ത ഒരാളുണ്ട്. അയാൾ തന്നെ തമാശ പറഞ്ഞ് അയാൾ തന്നെ ചിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ നിങ്ങൾ തമാശ പറഞ്ഞ് നിങ്ങൾ തന്നെ ചിരിക്കണത്? നമ്മൾ ഒരു കാര്യത്തിലും വേറൊരാളെ ആശ്രയിക്കരുതെന്നാണ് അച്ഛൻ എന്നെ പറഞ്ഞു. അപ്പോൾ മനീഷ് ഒരിക്കൽ കൂടി പറയുവാണ്, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. മനീഷ് പെർഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ 1-2 പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റ് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെയൊക്കെ വീട് വയ്ക്കുമ്പം ഈ ടോയ്ലറ്റ് പുറത്തൊരു ബിൽഡിങ്ങില്ല, പുറത്താണ്. വീടിനകത്ത് ടോയ്ലറ്റ് അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് പിന്നെ ഈ വെസ്റ്റേൺ സ്റ്റൈൽ വന്നു. ഇരിക്കാവുന്ന വെസ്റ്റേൺ സ്റ്റൈൽ വന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് വെസ്റ്റേൺ സ്റ്റൈൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഒരു പരമ്പരാഗത മേസ്ത്രിക്ക് വീട് പണിയുന്ന ആൾ അകത്ത് വെക്കാനാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പുള്ളി വീട്ടിൽ പണി കഴിഞ്ഞ് തിരിഞ്ഞു വന്നപ്പോഴേ പുള്ളി ഈ വെസ്റ്റേൺ സ്റ്റൈൽ കുഴിച്ചിട്ടു. ഇയാളോട് വന്നപ്പോൾ പറയാം, അതെ നിങ്ങൾ എവിടെ നിന്ന് മേടിച്ച ടോയ്ലറ്റ് ആണെങ്കിലും ശരി, കാല് വെക്കാനുള്ള ആ 2 കഷ്ണം കിട്ടിയിട്ടില്ല, അത് മറന്നു. ഇയാൾ കാല് വെക്കാനാണ് ചെന്നപ്പം വെസ്റ്റേൺ സ്റ്റൈൽ മൊത്തമായിട്ട് കുഴിച്ചിട്ടിട്ട് നിലത്തൊരു കുഴി പോലെ ആക്കി വെച്ചേക്കാം. മുകളിലോട്ടുള്ള വശവും കൂടെ പുള്ളി കുഴിച്ചിട്ടു. അതുപോലെ വേറൊരു മേസ്ത്രി വന്നിട്ട് ഈ 2 സൈഡിൽ കാല് വെക്കാനായിട്ട് 2 വൈറ്റ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇത് വച്ചപ്പോൾ ഇത് അലൈൻമെൻറ്റ് മാറി ഇത് ഇങ്ങനെ വെച്ചു. പുള്ളി ഇങ്ങനെ വെച്ചപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ വീട്ടുകാർ ഓട്ട മത്സരത്തിന് നിൽക്കുന്ന പോലെ ഇങ്ങനെയാ. ഈ കാൾ ലൂയിസും ബെൻ ജോൺസണും ബോൾട്ടൊക്കെ നിൽക്കുന്നത് പോലെ ഓടാൻ നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും. നമ്മുടെ അവിടെ ഒരാൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ അയാളുടെ ഭയങ്കര വിശ്വാസിയാണ്, കൈ മുറിഞ്ഞാൽ ജോത്സ്യൻ്റെ അടുത്ത് പോകുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് വീട് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ കഷ്ടകാലമൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് പുള്ളി ഒരു നല്ല എവിടുന്നോ ഒരു വാസ്തുക്കാരനെ രംഗത്തിറക്കി. വാസ്തുക്കാരൻ വന്ന് വീട് മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞ് ചില ഇച്ചിരി ഉണ്ട്, അതിന് തയ്യാറാണെങ്കിലേ ഞാനിത് പറയുള്ളൂ. പുള്ളി പറഞ്ഞ് എത്ര പൈസയായാലും ചെയ്തല്ലേ പറ്റുള്ളൂ, ചെയ്യാം. ഫ്രണ്ട് പൊളിക്കണം, ദർശനം പ്രശ്നമാണ്. ഈ ഫ്രണ്ട് വശം ഇതേപോലെ ആ സൈഡിലോട്ടാക്കണം, ഇത് പ്ലെയിൻ ഭിത്തിയാക്കി ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞ് വാടകയ്ക്ക് താമസിച്ചിട്ട് ഏകദേശം 3 മാസം കൊണ്ട് ഈ ഫ്രണ്ട് എലിവേഷനൊക്കെ പൊളിച്ച് ഇത് ആ സൈഡിലോട്ടാക്കി തിരിച്ചു വെച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടാണല്ലോ അതൊക്കെ ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ 2ാമത് റീപാല് കാച്ചലിന് ഇയാളെ തന്നെ മെയിൻ ആളായിട്ട് കർമ്മികമായിട്ട് വിളിച്ചു. അപ്പോൾ അയാൾ വന്നു, ഗംഭീരായി, ഇനി ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല, എല്ലാം ഗംഭീരായി എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറച്ച് പൂജയൊക്കെ ചെയ്ത് പറഞ്ഞ് ഇനി എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞ് എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അനൗൺസ് ചെയ്തിട്ട് പുള്ളി കണ്ണടച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നു, പുള്ളി മാത്രം ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുക.
അപ്പോൾ കണ്ണൂർ നോക്കിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക. നീ ഈ ഹൗസ് ഓണർ അതന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ. പുള്ളി ചോദിച്ചു ഇതല്ലേ കിഴക്ക് എന്ന് ചോദിച്ചു. ഹൗസ് ഓണർ അല്ല ഇതാ കിഴക്ക് എന്ന് പറഞ്ഞു. ഉടനെ ഈ പുള്ളി ആണോ എന്നാ പഴയ പോലെ തന്നെ മതി, ഒരു കുഴപ്പമില്ല, വീടിന് എല്ലാം ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു രമേശ് ചേട്ടാ. അപ്പൊ എന്തായാലും മനീഷിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമുക്കിനി ഇതുപോലെ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി വീണ്ടും കാണാം. Until then, it's bye from Once Upon a Time.